കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്നിവിടെ മലയാളം ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മലയാളം പഠിക്കാൻ ഇഷ്ടമില്ലേ, ആഗ്രഹമില്ലേ? അപ്പം നമുക്ക് സാവിത്രിക്കുട്ടിയുടെ കഥ നിങ്ങൾ വായിച്ചിട്ടില്ലേ? നമുക്ക് അത് ഒന്ന് നോക്കിയാലോ? നമുക്ക് അത് വായിച്ചു നോക്കാം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണേ. 6 വയസ്സുള്ള സാവിത്രിക്കുട്ടി അച്ഛൻ്റെ കൈ പിടിച്ച് വലിച്ച് ഉമ്മറത്തേക്ക് കൊണ്ടുവന്നു. പറയൂ അച്ഛ, പറയൂ. അച്ഛൻ ഉമ്മറത്തെ ചവകസേരയിൽ ഇരുന്നു. സാവിത്രിക്കുട്ടി അക്ഷമയോടെ കാത്തുനിന്നു. വരൂ, അച്ഛൻ ആരംഭിച്ചു. ഇതാ, ഈ കുട്ടിക്കൊരു വാശി, ഒരു കുട്ടിക്കൊരു പണി ചെയ്യണമത്രേ. നിങ്ങൾ എല്ലാവരും സാവിത്രിക്കുട്ടിയുടെ കഥ കേട്ടില്ലേ? കുട്ടിപ്പുര മാത്രം പോരാ, അതിൽ ആളുകളും വേണം. അവൾ കൂട്ടിച്ചേർത്തു. ആണുങ്ങളോ പെണ്ണുങ്ങളോ? വലിയ സംശയമുണ്ടായി. പെണ്ണുങ്ങൾ, ഒക്കെ പെണ്ണുങ്ങൾ. 3 പെൺകുട്ടികൾ വേണം. പിന്നെ അച്ഛനും അമ്മയും. ശരി, പേര് സമ്മതിച്ചു. എന്നേക്ക് പണി തീരും? സാവിത്രിക്കുട്ടിക്ക് അപ്പോഴേക്കും ധൃതിയായി. ഒരാഴ്ച ഏറിയാൽ 10 ദിവസം. വേലു മാനത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, പെരുമഴയാണ് വരുന്നത്. ഈ മഴക്കാലത്ത് മറ്റു പണികളൊന്നും ഉണ്ടാവില്ല. ഈ കുട്ടിപ്പുരയുടെ പണി കിട്ടിയത് നന്നായി. സാവിത്രിക്കുട്ടി അന്ന് രാത്രി ഉറങ്ങിയില്ല. വരാന്തയും 2 കിടപ്പറയും ഊണുമുറിയും അടുക്കളയും കലവറയും കുളിമുറിയുമുള്ള ഒരു കുട്ടിപ്പുര കണ്ണുമിഴച്ചു കൊണ്ട് തന്നെ അവൾ സ്വപ്നം കണ്ടു. എല്ലാവരും കഥ കേട്ടില്ലേ? ഇനി ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.